നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഒരു എഡ്യൂക്കേഷനാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിലയ്ക്കാത്ത ഒരു പ്രോസസ്സാണ്. ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അഹംബോധമാണ്. എനിക്കൊന്നും അറിയില്ല എന്നുള്ള അറിവിലേക്കാണ് യഥാർത്ഥത്തിലുള്ള യാത്ര എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ താണ്ടി വന്ന സ്ഥലങ്ങൾ അത് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന സ്ഥലങ്ങൾ നമുക്കറിയില്ല. അങ്ങോട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ആരാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ ആണ് യാത്ര ചെയ്യുന്നത്. ഇത് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നു. നമ്മൾ ഈശ്വരനെക്കുറിച്ച് സംസാരിക്കുന്നു, ആധ്യാത്മികതയെക്കുറിച്ച് സംസാരിക്കുന്നു, ഭൗതികതയെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ആരാണ് ഇത് മനസ്സിലാക്കുന്നത്? ആരാണ് പ്രോഗ്രസ് ചെയ്യുന്നത്? ഞാൻ എന്നുള്ള വ്യക്തിത്വം. ഞാനാണ് ഈ രണ്ടിൻ്റെയും ക്രുക്സിൽ നിൽക്കുന്നത്. അപ്പോൾ എത്താൻ പോകുന്ന ഭാഗത്തും കഴിഞ്ഞു പോയതിനെ നമ്മൾ ഉപബോധ മനസ്സ് എന്ന് പറയും. കടന്നു പോയി കഴിഞ്ഞു. പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഉപബോധം, സബ് കോൺഷ്യസ് തന്നെ അറിയില്ല. ഇനി തിരിച്ചു പോയിട്ട് അതൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. വേറൊരാൾ നമ്മൾ ചോദിക്കുകയാണ് എന്തായിരുന്നു വന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അറിയില്ല. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിനാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളതാണ് ഇവിടെ നോളജ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അജ്ഞാനം. നമുക്കതൊന്നും അറിയില്ല. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ അവരുടെ ആ ഉയർന്ന മെൻ്റൽ ബാലൻസ് കാരണം പലതും റിവീൽ ചെയ്തു. പക്ഷേ ആ അറിവ് നമുക്കത് ഉപയോഗിക്കാനേ അറിയുള്ളൂ. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിക്കാൻ അറിയാം. ആ ക്വാണ്ടം ഫിസിക്സ് എങ്ങനെയാണ് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ സാധിച്ചത്? അദ്ദേഹം അത് അറിഞ്ഞിട്ടാണ് ചെയ്തത്. ന്യൂട്ടൺസ് ലോ അദ്ദേഹം അത് അറിഞ്ഞിട്ടാണ് തന്നത്. നമ്മളത് ഉപയോഗിക്കുന്നു. പക്ഷെ അതെങ്ങനെയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുമാതിരിയാണ് മെഡിസിനും എല്ലാം. നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മളോട് ആ രീതിയിലൊരു കണ്ടുപിടുത്തം നടന്നത് നമുക്കറിയില്ല. നമുക്ക് ആ റിസർച്ചിൻ്റെ ആ മനസ്ഥിതി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. റിസർച്ച് എപ്പോഴും നടക്കുന്നത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. അതിന് ഇതുവരെ അറിഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ഹമ്പിളായിട്ട് ഇരിക്കണം. എങ്കിൽ മാത്രമേ ഇനി ഒരു റിസർച്ചിന് നമുക്ക് തയ്യാറാവാൻ സാധിക്കുള്ളൂ. എല്ലാം അറിയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ എല്ലാ അറിവുകളുടെയും സ്രോതസ്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും.
നമ്മൾ പോയ വഴി മുഴുവൻ നമുക്ക് ഓർക്കാൻ പറ്റില്ല. പക്ഷെ അവിടേക്ക് മുഴുവൻ വെളിച്ചം വീശാൻ സാധിക്കും. നല്ലൊരു വെളിച്ചമായിട്ട് പ്രകാശമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അതെങ്ങനെയാണ്? സ്രോതസ് എന്ന് വരുന്നത്. ഈ അറിവൊക്കെ വരുന്നത് സോഴ്സിൽ നിന്നാണ്. ആ സോഴ്സിൽ നിന്ന് എന്നിലേക്ക് വരുന്നു. ഞാൻ മുകളിൽ നിന്നുള്ള നോളജ് എടുത്തിട്ട് മനസ്സിലാക്കുന്നു, എന്നൊരു യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ യാത്രയിൽ ഞാൻ എൻ്റെ അഹംബോധം ഒരിക്കലും ഇടപെടാതെ ഹമ്പിളായിട്ട് യാത്ര ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക്, എൻ്റെ പുറകെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ഇത് തന്നെയാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഹ്യൂമിലിറ്റിയാണ് കൈമാറേണ്ടത്. ആ ഹ്യൂമിലിറ്റി, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ അതിനേക്കാളുപരി ആ സമർപ്പണ ഭാവം. ഈ അറിവ് വരുന്നത് ഹയസ്റ്റ് സ്റ്റേറ്റിൽ നിന്നാണ്, എൻ്റെ തന്നെ ഹയസ്റ്റ് സ്റ്റേറ്റിൽ നിന്നാണ്. ആ അറിവിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം സറണ്ടർ ചെയ്യണം. ഇതുവരെ അറിഞ്ഞു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത് വിശ്വസിക്കണം. ഇനി മുകളിലേക്ക് പോകാണ്ട് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുക എന്നൊരു വിശ്വാസം. അതൊരു വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാവരും ഈശ്വര വിശ്വാസം എന്ന് പറയുമ്പോൾ ഈശ്വരൻ ആരോ ആണെന്ന് വിചാരിക്കും. അതല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്ലോ വരുന്നുണ്ട്. ആ ഫ്ലോയിലാണ് എനിക്ക് കണക്ഷൻ കിട്ടുന്നത്. ഞാൻ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. ആ അറിവുകൊണ്ടാണ് ഞാൻ വളരുന്നത്. അതാണ് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കേണ്ടത്. ഇതിനാണ് നമ്മുടെ മാസ്റ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുക. ട്രാൻസ്മിഷൻ ഓഫ് നോളജ്. ട്രാൻസ്മിഷൻ നോളജ് പ്രാണനാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മാസ്റ്റർ മെഡിറ്റേറ്റ് ചെയ്യുന്നവരൊക്കെ അതിനെ കേപ്പബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരിക്കുള്ള ആ ഫ്ലോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കടന്നുപോയ വഴി, കടന്നു വന്ന ജ്ഞാനത്തിൽ ഏതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കേണ്ടത്, അതും ഇനി വരുന്ന അറിവുകൾ, അതും ഇതുമായിട്ട് എങ്ങനെ സംയോജിപ്പിക്കുക, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു കത്തി ഉണ്ടെന്ന് വിചാരിക്കാം. കത്തി ഉപയോഗിക്കാൻ അറിയാം. ഇതുവരെ പഠിപ്പിച്ചിരുന്ന കത്തി ആൾക്കാരെ കൊല്ലാൻ ആണെന്ന് വിചാരിച്ചാൽ ഇനി വരുന്ന ഇന്ന ആൾക്കാരെ നിഗ്രഹിക്കാൻ അതിനു വേണ്ടിയിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ചിട്ട് വിവേകബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, കത്തിയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഉയരുന്തോറും ഇൻ്റഗ്രേഷൻ, ഹ്യൂമാനിറ്റിയുടെ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ നമ്മളിത് അതിനൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആണവായുധങ്ങൾ, ഡിസ്ട്രക്ഷന് ഉപയോഗിച്ച ആണവായുധങ്ങൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ഉപയോഗിച്ചത്? പണ്ട് ബ്രഹ്മാസ്ത്രവും പാശുപതാസ്ത്രമൊക്കെ ഉപയോഗിച്ചത്. ആ എനർജിയാണ് ഇപ്പോൾ നമ്മൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. കാരണം ആ കാലം കഴിഞ്ഞു, യുദ്ധത്തിൻ്റെ കാലം കഴിഞ്ഞു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് യുദ്ധം ചെയ്യണമെന്നല്ല, യുദ്ധത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. നിങ്ങൾ പോരാടേണ്ടത് ഉള്ളിലാണ്. നിങ്ങൾ ഉയരണം. ഉയർന്ന് ഒരിക്കലും യുദ്ധം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തണം. അയോധ്യ എന്ന് പറയുന്നത് യുദ്ധം വേണ്ട ആവശ്യമില്ല. അവിടെ സെറ്റിൽഡായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പോരാട്ടങ്ങൾ കഴിഞ്ഞ് അവസാനം പറഞ്ഞ യുദ്ധങ്ങൾ പാടില്ല എന്നാണ് പറഞ്ഞു. കാരണം ആ കാലം കഴിഞ്ഞു. ആ സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കുള്ള യാത്ര എൻ്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ എന്തിനാണ് പുറമേ ആരെങ്കിലും നിഗ്രഹിക്കേണ്ടത്? ഞാൻ വേറെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോഴും വേറെ ആളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോഴും ഞാനാണ് വീഴുന്നത്. ഞാൻ എൻ്റെ കണക്ഷൻ കട്ട് ചെയ്ത് കളയുന്നു. ഫ്ലോയിലേക്കുള്ള കണക്ഷൻ കട്ട് ചെയ്യും. ഞാൻ വീണ്ടും അജ്ഞാനത്തിലേക്ക് വീഴുന്നു. പഠിക്കാത്ത കാര്യങ്ങൾ, മനസ്സിലാക്കാത്ത കാര്യങ്ങൾ. നമുക്ക് കുറേ സാധനങ്ങളുണ്ട്, വീട്ടിൽ കുറേ സ്വത്തുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കേണ്ട അറിയില്ല. അതിങ്ങനെ ധാരാളിത്തത്തോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്നാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറിയിട്ട് മുകളിലുള്ള അറിവിലേക്ക് അടയ്ക്കുക. അതാണ് അപരാപ്രകൃതി എന്ന് പറയുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും, എൻ്റെ അപരാപ്രകൃതി, എൻ്റെ പരാപ്രകൃതി ഹയർ നേച്ചറും എൻ്റെ അപരാപ്രകൃതി ലോവർ നേച്ചർ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഞാനാണ്. അതാണ് വിവേകം എന്ന് പറയുന്നത്. ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു അപ്രോച്ച്, ഓരോ മൊമെൻറ്റിലും ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഒരു രോഗി വരുമ്പോൾ അസുഖം എന്താണെന്ന് അറിയാം, ചികിത്സ ഇല്ല എന്ന് പറയാം. ഇനി ഞാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് നോളജ് വരുന്നു. സ്നേഹം, അതെപ്പോഴും ഉപയോഗിക്കാം. അവിടെ സ്നേഹമാണ് വേണ്ടത്, കൺസോൾ ചെയ്യാണ് വേണ്ടത്. അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അതാണ് ഡോക്ടർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നേരെ മറിച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. പക്ഷേ സ്നേഹം എപ്പോഴും ഉപയോഗിക്കണം. കാരണം വരുന്നത് അവിടെ നിന്നാണ്. എപ്പോഴും ഉപയോഗിക്കേണ്ടത് സ്നേഹമാണ്. അതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആഡ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ സ്നേഹം മാത്രം കൊടുക്കാമല്ലോ. അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. സ്നേഹം ഒരു തലോടിൽ കൊടുക്കാം, ഒരു ചിരി കൊടുക്കാം. അപ്പോൾ അതാണ് ഇൻ്റഗ്രേറ്റഡ് നോളജിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ ജീവിതം നോക്കിയാൽ അറിയാം, അവരെപ്പോഴും അങ്ങനെയായിരുന്നു. അവരൊരിക്കലും പരാജയപ്പെടില്ല. ഏറ്റവും അവസാന നിമിഷം കൂടിയും അവർക്ക് ലോകത്തിന് വേണ്ടി നന്മ ചെയ്യാൻ സാധിച്ചു. അതാണ് മാസ്റ്റേഴ്സ്. അവർക്ക് വയ്യെങ്കിലും ആൾക്കാർ അവരുടെ അടുത്തേക്ക് എത്തുന്നു.
ഫിസിക്കൽ കപ്പാസിറ്റീസൊക്കെ പോയി, പക്ഷേ അവർക്ക് തരാനുള്ളത് തരാൻ സാധിക്കുന്നു. നമ്മളും ഈ തരത്തിലാവണം. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള അറിവുകൾ അത് പാസ്റ്റാണ്, നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നൊക്കെ പറയും, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാം, അത് മോശമൊന്നുമില്ല. അതുമാതിരി സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, അത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. ആവശ്യമില്ലാത്ത സമയത്ത് അത് മാറ്റി നിർത്തി സ്നേഹം നൽകണം. കാരണം സംസ്കൃതം അറിയാത്ത ഒരാളോട് സംസ്കൃത ശ്ലോകങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അറബി അറിയാത്ത ഒരാളോട് അറബി പറഞ്ഞിട്ട് കാര്യമില്ല, ലാറ്റിൻ അറിയാത്ത ഒരാളോട് ലാറ്റിനിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഇംഗ്ലീഷ് അറിയാത്ത ഒരാളോട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ സ്നേഹം എപ്പോഴും നൽകാൻ സാധിക്കും. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് തന്നെ നമ്മൾ മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നാറുണ്ട്. നമ്മൾ സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്ത് സ്നേഹത്തിൽ യാത്ര ചെയ്തിട്ട് എപ്പോഴും സ്നേഹം നൽകാൻ സാധിക്കുന്ന തരത്തിൽ വളരണം എന്നാണ് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.